ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം കൊട്ടിഘോഷിച്ച നിരവധി പദ്ധതികൾ, നിരവധി നയമാറ്റങ്ങൾ, മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട നയതന്ത്രവുമായി ബന്ധപ്പെട്ട നടപടികളായാലും തന്നെ അക്കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കുകയും അത് രാജ്യത്തോട് അഭിസംബോധന ചെയ്ത് പറയുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഓരോന്നായി പിൻവലിക്കേണ്ട സാഹചര്യത്തിലേക്ക് ഡൊണാൾഡ് ട്രംപ് എത്തുന്നു. ഏത് രീതിയിലാണ് തിരിച്ചടി ചുങ്കം അത് തിരിച്ചടിയായി ട്രംപിന് മാറിയത്, മറ്റു രാജ്യങ്ങളിൽ ഏൽപ്പിച്ച ഈ ചുങ്കമൊക്കെ പിൻവലിക്കേണ്ടി വന്നത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ US ഫെഡറൽ കോടതിയിൽ നിന്ന് ട്രംപിന് തിരിച്ചടി നേടിയിട്ടിരിക്കുന്നു. അത് വിദ്യാർത്ഥികളുടെ വിസ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ടാണ്. വിദ്യാർത്ഥികളെ അനധികൃതമായി കസ്റ്റഡിയിലെടുത്ത് തടവിൽ വെക്കുന്നതിൽ പോലും സ്റ്റേ ചെയ്തിരിക്കുകയാണ് US കോടതി. തീർച്ചയായും തന്നെ വിനീഷ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ ഈ ട്രംപിൻ്റെ നടപടികളൊക്കെ തന്നെ ലോകമെമ്പാടും ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഹാർവാർഡ് സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശ വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ അവിടെ പ്രവേശന വിലക്കൊക്കെ ഏർപ്പെടുത്തിയ ഒരു സാഹചര്യമൊക്കെ തന്നെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ വിദേശ വിദ്യാർത്ഥികളുടെ വിസ സ്റ്റാറ്റസ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്കൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകൂടം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനിടെയാണ് ഈ കോടതിയിൽ നിന്നും ഒരു ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുന്നത്. ഈ വിസ സ്റ്റാറ്റസ് നിർത്തിവെച്ച ഈ ഒരു നടപടി കൃത്യമായും തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നും അത് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിന് സ്റ്റേ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നത് വരെ ഇതിന്മേൽ ഒരു നടപടി ഉണ്ടാകരുത് എന്നുള്ളതാണ് കോടതി പ്രധാനമായും തന്നെ പറഞ്ഞു വെക്കുന്നത്. ഇതോടൊപ്പം തന്നെ ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള ഈ നടപടിയെ ഒരു വിമർശനം എന്നോളമുള്ള ഒരു രീതിയിൽ കോടതി നിരീക്ഷിച്ചതായി പറയുന്നത് ഈ കുടിയേറ്റക്കാരല്ലാത്ത വിദ്യാർത്ഥികളെയും ഈ ഒരു കാര്യമൊക്കെ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രധാനമായും തന്നെ കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ആ നിലകളിൽ കോടതിയുടെ ഭാഗത്തുനിന്നും ഒരു കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. ട്രംപിന് ഇതാദ്യമായല്ല ഇത്തരത്തിലുള്ള തിരിച്ചടികളൊക്കെ തന്നെ ഉണ്ടാകുന്നത്. പല ഘട്ടങ്ങളിലും കോടതിയുടെ ഭാഗത്തുനിന്നുമൊക്കെ തന്നെ ഈ പല വിഷയങ്ങളിലായും തിരിച്ചടികളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് വീണ്ടും ഈ വിവാദപരമായ നടപടികളിലേക്കൊക്കെ തന്നെ ട്രംപ് ഭരണകൂടം കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഹാർവാർഡ് സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രംപ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അവിടെ നടപ്പാക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഹാർവാർഡ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം വിലക്കിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് ട്രംപ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ 72 മണിക്കൂറിന് അകം തന്നെ ഈ വിദ്യാർത്ഥികളുടെയൊക്കെ തന്നെ ഒരു ലിസ്റ്റ് തനിക്ക് തരണം, അതനുസരിച്ച് കൊണ്ട് കടുത്ത നടപടികളിലേക്ക് പോകുമെന്നുള്ളൊരു കാര്യമൊക്കെ തന്നെ പറയുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. എന്നാൽ ഈ ഹാർവാർഡ് സർവകലാശാല അടക്കം ഈ ഒരു വിഷയത്തെ തള്ളിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഇത്തരം നടപടികളൊന്നും തന്നെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം ഹാർവാർഡ് സർവകലാശാലയും വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു സർവകലാശാല യുദ്ധം എന്നുള്ള ഒരു നിലയിലേക്ക് കൂടി ഈ കാര്യങ്ങളൊക്കെ തന്നെ മാറുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു ഭരണാധികാരി ഏത് നിലകളിലാണ് തനിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ തന്നെ ഏത് നിലകളിലാണ് അസഹിഷ്ണുതയോടെ ഇടപെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും തന്നെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിനീഷ. യെസ്, താങ്ക് യു. ജിബിനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതായാലും മലയാളികൾ അടക്കമുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ആശ്വാസമാകുന്ന ഒരു നടപടിയാണ് അമേരിക്കൻ ഫെഡറൽ കോടതിയുടെ ഭാഗത്ത് ഉണ്ടായത് എന്ന് തന്നെ പറഞ്ഞു വെക്കണം.